സോ ലീപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലീപ് ബൈ എസ് ഫാക്ടറി കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കറണ്ട് അഫയേഴ്സ് MCQസിന്റെ രൂപത്തിൽ പഠിക്കുക. അപ്പോൾ ആദ്യത്തെ കറണ്ട് അഫെയർ MCQയിലേക്ക് നമ്മൾ കടക്കുകയാണ്. Consider the following statements with respect to foreign direct investments in the banking sector in India. നിങ്ങൾ റീസെന്റ് ആയിട്ട് വന്ന ഒരു ന്യൂസ് ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. അതായത് യെസ് ബാങ്ക്, ഇന്ത്യയിലെ ഒരു ഫേമസ് ബാങ്കുകളൊന്നാണുള്ള യെസ് ബാങ്ക്. ആ യെസ് ബാങ്കിലേക്ക് ഒരു ജാപ്പനീസ് ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിരുന്നു. ഓക്കെ, ഈ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനനുസരിച്ച് നിങ്ങൾ ആ ന്യൂസിനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. Any acquisition of shareholding of 5% or more of the paid up capital of an Indian bank shall be subject to obtaining prior approval from Reserve Bank of India. അതായത് 5% അതിന് മുകളിലോ ഒരു ഇന്ത്യൻ ബാങ്കിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫോറിൻ FDIയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫോറിനർ വന്നിട്ട് അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിസർവ് ബാങ്കിന്റെ പ്രയർ അപ്രൂവൽ, അതായത് റിസർവ് ബാങ്കിൽ നിന്നും മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിരിക്കണം. എന്താണെങ്കിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇന്ത്യൻ ബാങ്കിന്റെ 5% ക്യാപിറ്റലിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രയർ അപ്രൂവൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും മേടിച്ചിരിക്കണം. അപ്പൊ ഇവിടെ എവിടെയൊക്കെയാണ് തെറ്റാനുള്ള സാധ്യതകൾ? രണ്ടിടത്താണ് തെറ്റാനുള്ള സാധ്യതകൾ. ഒന്ന് 5% എന്ന് പറയുന്നിടത്ത്, ഒന്ന് അപ്രൂവൽ ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നിടത്ത്. ഒന്നുകിൽ റിസർവ് ബാങ്ക് അല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനമാകാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 5% അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് ആവാം. ഇത് രണ്ടുമാണ് തെറ്റാനുള്ള സാധ്യത. സോ അവിടെ ഇരിക്കട്ടെ, നമുക്കറിയത്തില്ല. അടുത്ത നോക്കൂ. അണ്ടർ ദി FDI പോളിസി, ഫോറിൻ ബാങ്ക്സ് ക്യാൻ അക്വയർ അപ് ടു 74% ഇൻ പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്ക്സ്. FDI പോളിസി പ്രകാരം പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്കുകളിൽ ഫോറിൻ ബാങ്ക്സിന് 74% വരെ എന്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്ന് പറയുന്നു. സോ ഇതൊരു നോർമൽ ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞില്ല, നോർമലി പത്രമൊക്കെ റെഗുലറായിട്ട് വായിക്കുന്ന അല്ലെങ്കിൽ വെറ്ററൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈസി സാധനമാണ് 74% എന്ന് പറയുന്നത്. ബിക്കോസ് ദേ നോ ഇറ്റ് ഈസ് റൈറ്റ്. അതായത് ഒരു ഫോറിൻ ബാങ്കിന് ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്കിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ബാങ്കിൽ 74% വരെ എന്താണ് FDI അനുവദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. FDI ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ഇൻ ഇന്ത്യ. പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ എന്താണ് FDI അലൗ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ എന്താ തെറ്റാനുള്ള സാധ്യത ഇവിടെ മാത്രമായിരിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്തുക. കാരണം 1ഉം 3ഉം എലിമിനേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. നമുക്ക് 2 മാത്രമാണ് ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് നമ്മൾ ക്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് UPSCക്ക് പലർക്കും വരും. ആർക്കായിരിക്കും ഒരുപാടാവുന്നത്? കൃത്യമായിട്ട് പത്രം ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ പത്രം വെച്ചിട്ട് പഠിക്കാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ടഫ് ആയിരിക്കും. നമുക്ക് നോക്കാം. നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതായത് 5% തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യെസ് ബാങ്കിന്റെ കാര്യത്തിൽ ഒരു ജാപ്പനീസ് ബാങ്ക് വന്നിട്ട് എത്രയാ അക്വയർ ചെയ്യുന്നത്? 20% ആണ് അക്വയർ ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ന്യൂസ് വരുമ്പോൾ നമ്മൾ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അതായത് യെസ് ബാങ്കിന്റെ 20% ആര് മേടിക്കുന്നു? ഒരു ജാപ്പനീസ് ബാങ്ക് വന്നിട്ട് മേടിക്കുന്നു. അപ്പോൾ ആ പത്രത്തിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഉണ്ടാവണം എന്നില്ല. RBIയുടെ അപ്രൂവൽ വേണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. 5%ന് മുകളിലാണെങ്കിൽ എന്ത് വേണം? RBIയുടെ പ്രയർ അപ്രൂവൽ വേണം. അപ്പോൾ ഇവിടെ 20%, തീർച്ചയായിട്ടും ആ ബാങ്ക് പ്രയർ അപ്രൂവൽ എടുത്തിരിക്കണം എന്നുള്ളത് 100% നമ്മൾക്ക് ഈ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രം പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ എല്ലാം പത്രത്തിൽ നിന്ന് കിട്ടും എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, മനസ്സിലായി? എല്ലാം പത്രത്തിൽ നിന്ന് കിട്ടും എന്നുള്ള വിചാരമല്ല നമുക്ക് വേണ്ടത്. പത്രത്തിലൂടെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴത്തെ ഒരു കാര്യം, നമുക്ക് കറണ്ട് അഫെയറും കിട്ടും, സ്റ്റാറ്റിക് പോർഷനും ഒരുപാട് നമുക്ക് പഠിക്കാൻ നോക്കും. മനസ്സിലായില്ലേ? ഇപ്പം
നിങ്ങൾ നോക്കിയാൽ മതി 2025 മെയിൻസിലെ GS3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. അതിനകത്ത് എക്കണോമി ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നോക്കുക. ഞാൻ പറഞ്ഞ ഇപ്പം കഴിഞ്ഞ എക്സാമിന്റെ കാര്യമാണ്. ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇന്ന് അങ്ങോട്ട് നടന്നിട്ടേ ഉള്ളൂ. ആ എക്സാമിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എക്കണോമിയിൽ നിന്നും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു 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 എന്താ പറയണ്ട, ഒരു 90% നോർമൽ സ്റ്റാറ്റിക് പോർഷനാണ് വന്നിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ ആ അഗ്രികൾച്ചറിന്റെ ചോദ്യം എടുത്തു നോക്കൂ, അത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു, പിന്നെ സെമി കണ്ടക്ടർ മെഷീനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു, PLI സ്കീമിനെ കുറിച്ച്. ഇതൊക്കെ എന്താ പറയേണ്ടത്, നമ്മൾ ഏതൊരു മെറ്റീരിയലിലും കിട്ടുന്ന കണ്ടന്റ് വെച്ചിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷെ അതിന് അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല GS3-യിൽ. അവിടെയാണ് നമ്മുടെ പത്രത്തിലൂടെയുള്ള പഠനം, പത്രം പഠിക്കുക എന്നല്ല, പത്രത്തിലൂടെയുള്ള പഠനത്തിന്റെ സാധ്യത ഇരിക്കുന്നത്. കാരണം ആ എഴുതുന്ന എല്ലാവരും എഴുതുന്നത് സെയിം പോയിന്റ്സ് ആയിരിക്കും അങ്ങനത്തെ ചോദ്യങ്ങൾക്ക്. അങ്ങനത്തെ ചോദ്യമായിരുന്നു ഇത്തവണത്തെ GS3-യിൽ ഏറ്റവും കൂടുതലും ഉള്ളത്. അപ്പോൾ അവിടെ എന്ത് വേണം, നമ്മൾ നമ്മുടെ പോയിന്റിനെ വ്യത്യസ്തമാക്കാനുള്ള എന്ത് കാണിക്കണം, ഫാക്ട്സും ഫിഗേഴ്സും കൊടുക്കണം, വിത്ത് എക്സാമ്പിൾസ് കൊടുക്കണം. അപ്പം നമുക്ക് എഴുതാനുള്ള പോയിന്റുകൾ നമ്മുടെ മെറ്റീരിയലിൽ കിട്ടും. അവിടെ നമുക്ക് ഫാക്ട്സും ഫിഗേഴ്സും എക്സാമ്പിൾസും എവിടെ നിന്ന് കിട്ടും, പത്രത്തിൽ നിന്ന് കിട്ടും. ക്ലിയർ ആയോ? പിന്നെ ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. ഞാൻ നമ്മുടെ എക്കണോമിക് സർവേ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഈ വർഷം മെയിൻസിൽ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം അത് ജിയോ എക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യമായിരിക്കും. മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്നവർക്ക് മനസ്സിലാവും, അത് തുടക്കത്തിൽ തന്നെ ആ ചോദ്യം മറ്റൊരു രീതിയിൽ ഫ്രെയിം ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ബേസിക്കലി ജിയോ എക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ എന്നുള്ള വേർഡ് എഴുതിക്കൊണ്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളിന് അത് നല്ല അടിപൊളി ഒരു ആൻസർ ആയി മാറും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു തേർഡ് സ്റ്റേറ്റ്മെന്റ്, FDI ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞത് തെറ്റാണ്. ഫാക്ട് ബോക്സിലേക്ക് നോക്കൂ. FDI 20% വരെ അലൗഡ് ആണ്. ഇവിടെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ 20% വരെ FDI അലൗഡ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ത്രൂ ഗവൺമെന്റ് റൂട്ട് ഒള്ളി. അപ്പൊ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഗവൺമെന്റ് റൂട്ടിൽ കൂടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് നടത്താം ഫോറിനേഴ്സിന്, ബട്ട് ഒള്ളി അപ് ടു 20% വരെ. ക്ലിയർ ആയോ? Okay, moving on. So our right answer is 1 and 2 only. Moving on to the next question. With reference to surrogate advertising in India, consider the following statements. അപ്പോൾ surrogate advertisement-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഇന്നത്തെ പത്രത്തിൽ. അതിനെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ടായിരുന്നു. Okay. So it is a form of advertising that promotes a product by masquerading it as another product that shares the same brand name. അപ്പം ഇതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു പ്രൊഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യുക. അതായത് നമുക്ക് തോന്നും ഇത് അതല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു മറവിലൂടെ ചിലപ്പോൾ സെയിം ബ്രാൻഡ് നെയിം ആയിരിക്കും, സെയിം ലോഗോ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അഡ്വർടൈസ് ചെയ്യുന്നതിനെയാണ് സറഗേറ്റ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. സറഗസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ സറഗേറ്റ് മദർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സറഗസി എന്താണെന്നറിയാം അല്ലേ? അതായത് സറഗേറ്റ് മദർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രസവിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീക്ക് വേണ്ടി മറ്റൊരാൾ ഗർഭം ചുമക്കുന്നതിനെയാണ് എന്ത് സറഗസി എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ അത് ചെയ്യുന്നു. അപ്പൊ സറഗേറ്റ് അഡ്വർടൈസിങ് നോക്കൂ, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ, അത് തന്നെയല്ലേ ഫസ്റ്റിൽ കിടക്കുന്നത്. ഒന്നാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു പ്രൊഡക്റ്റ് വഴി എന്ത് പ്രൊമോഷൻ നടത്തുന്നു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. Second one നോക്കൂ, it is strictly prohibited under the provisions of Consumer Protection Act of 2019. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തെറ്റാനുള്ള സ്കോപ്പ് ഇത് മാത്രമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോജിക്ക് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ കൂടെ വേറെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് പ്രൊഹിബിറ്റഡ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരികയാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൊടുക്കത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, സാധ്യത വളരെ കുറവാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഒരു കോമൺ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പകരം ഡെമോക്രസിക്ക് വരും നിങ്ങൾ ഇന്ത്യ ഈസ് എ മൊണാർക്കി
അല്ലെ ഇന്ത്യ ഫോളോസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാർക്കി, ഇങ്ങനല്ലേ കൊടുക്കാൻ സാധ്യത. അതായത് നമ്മൾ അതിൽ കൂടെ വേറെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അത് തന്നെയല്ലേ, ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് മലയാളത്തിൽ നോക്കൂ, എന്താ പറയുന്നത്? സർഗേറ്റ് അഡ്വർടൈസ്മെന്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ? സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒറ്റ ആംഗിൾ മാത്രം പറയാനാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. അങ്ങനെ തന്നേക്കുന്ന സാഹചര്യങ്ങളിൽ, തരുന്ന സാഹചര്യങ്ങളിൽ മിക്കവാറും ഉള്ളിടത്ത് അത് തെറ്റിക്കാനായിരിക്കും തരിക. കാരണം ഇത് ട്രൂ ആണെങ്കിൽ അത് തരാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ചോദ്യമിട്ട് നോക്കൂ. ഈ സാധനം നിങ്ങളൊന്ന് ചോദ്യമിടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ തെറ്റിക്കാനുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കാനുള്ള ഒരു സ്കോപ്പ് ഉള്ളൂ. അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ സ്വതവേ നമുക്ക് ഡൗട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിടും. ഇപ്പൊ സ്വതവേ ഡൗട്ട് അടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ട്രൂ ആണെങ്കിൽ നമ്മളത് അവിടെ ഇടും. പക്ഷേ ട്രൂ ആണ് എന്ന് നോർമൽ മനുഷ്യന് ഫീൽ ചെയ്യുന്ന ഒരു സാധനം നമ്മളത് അങ്ങനെ തന്നെ അവിടെ പ്ലേസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് നേഷൻ എന്ന് നമ്മൾ ഇടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു കോമൺ മാനെ ഒരു ലോജിക്ക് വെച്ചിട്ട് അവനത് ട്രൂ ഇതെന്ത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കത്തില്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്നത് നമ്മളും അത് വിചാരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ തെറ്റുവരുത്താനുള്ള സാധ്യത കൂടുതലാണ്. ഈ മൈൻഡ് ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ മൈൻഡിൽ കൂടെ വേണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോഴാ പ്രിലിംസ് നിങ്ങൾക്ക് ഈസി ആവുക. സോ ആ ലോജിക് യൂസ് ചെയ്താൽ ദിസ് ഈസ് റോങ് ആൻഡ് ദാറ്റ് മീൻസ് A1 only ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടും അത് തന്നെയാണ് അതിന്റെ ആൻസർ. മനസ്സിലായോ? കാരണം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഈ സർഗേറ്റ് അഡ്വർടൈസിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികളെല്ലാം നടക്കും. പക്ഷെ സ്ട്രിക്റ്റ് പ്രൊഹിബിഷൻ ഇല്ല. ഓക്കെ, നിങ്ങൾ ഇത് കണ്ടാൽ മതി. സർഗേറ്റ് അഡ്വർടൈസിങ്ങിന്റെ കൂടുതലൊരു എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ ഇവിടെ ടുബാക്കോ പ്രൊഡക്ട്സ്, സിഗരറ്റ്, ആൽക്കഹോൾ, ഇതൊന്നും അഡ്വർടൈസ് ചെയ്യാനൊക്കത്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ അതിനെ ഇൻഡയറക്ട്ലി അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ സോഡയുടെ പരസ്യം വരികയാണെന്ന് കരുതുക. ഇപ്പൊ സോഡയുടെ പരസ്യം വരുമ്പോൾ എന്തെടുക്കും? ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മദ്യത്തിന്റെ കുപ്പി വെച്ച് ഇങ്ങനെ കാണിച്ചാൽ പോരെ? അതൊരു അഡ്വർടൈസ്മെന്റ് ആണ്. ആർക്ക്? ആ മദ്യത്തിനും കൂടെ ഒരു അഡ്വർടൈസ്മെന്റാ. മനസ്സിലായി? അങ്ങനെ വരുന്ന, അതായത് സോഡ അല്ലെങ്കിൽ മിനറൽ വാട്ടറിന്റെ പരസ്യം കാണിക്കുന്നു, പക്ഷെ പുറകിൽ ഏത് ഒരു ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ചെയ്യുന്നത് ലിക്കറിനെ ആവും, ആൽക്കഹോളിനെ ആവും. അങ്ങനെയുള്ള സ്ഥിതിയിലുള്ള പരസ്യങ്ങളെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? സർഗേറ്റ് അഡ്വർടൈസ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾ കാണുന്ന ഒരുപാട് സോഡയുടെ പരസ്യം ആയിക്കോട്ടെ, പല പരസ്യങ്ങളിലും ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. അതിനെയാണ് സർഗേറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അത് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് അല്ല, ബട്ട് റെഗുലേറ്റഡ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ നോക്കൂ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് പാരാമീറ്റേഴ്സ് ആർ കൺസിഡേർഡ് ഇൻ ഓർഡർ ടു ഡിക്ലെയർ എ പ്ലേസ് എ സെൻസസ് ടൗൺ ഇൻ ഇന്ത്യ? അപ്പൊ ഇന്ത്യയിൽ ഒരു സ്ഥലത്തിനെ സെൻസസ് ടൗൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഇതിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. 1 population, 2 population density, 3 workforce, 4 sex ratio, 5 literacy. ഇത് അറിയാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം നോക്കുക പോലും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ പത്രത്തിൽ ഇത് വരുന്നുണ്ട്. ഈ രീതിയിലായിരിക്കത്തില്ല ചിലപ്പോൾ അത് കൊടുക്കുന്നത്. നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ആൻസർ പറഞ്ഞു പോകാമല്ലോ. നോക്കൂ, പോപ്പുലേഷൻ. അപ്പൊ പോപ്പുലേഷന്റെ കട്ട് ഓഫ് പറയുന്നുണ്ട് 400 അല്ല, മിനിമം 4000 ആളുകളെങ്കിലും ആ സ്ഥലത്തുണ്ടായിരിക്കണം. അപ്പൊ പോപ്പുലേഷൻ ഉണ്ട്. അടുത്ത് നോക്കൂ, പോപ്പുലേഷൻ ഡെൻസിറ്റി പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 400 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ അറ്റ്ലീസ്റ്റ് 400 ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. ഇനിയുണ്ടോ നമുക്ക് നോക്കാം. ഉണ്ട്. വർക്ക് ഫോഴ്സ് പറയുന്നുണ്ട്. അതായത് ആ സ്ഥലത്തെ 75% ഓഫ് മെയിൽസ് എന്തായിരിക്കണം? നോൺ അഗ്രികൾച്ചറിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. നോൺ അഗ്രികൾച്ചർ ഉണ്ടോ? അപ്പം ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്ലേസിനെയാണ് എന്ത്? സെൻസസ് ടൗൺ എന്ന് വിളിക്കുക. പോപ്പുലേഷൻ മിനിമം 4000 വ്യക്തികൾ ഉണ്ടാവണം. പോപ്പുലേഷൻ ഡെൻസിറ്റി സ്ക്വയർ കിലോമീറ്ററിന് 400 ആളുകൾ ഉണ്ടാവണം. വർക്ക് ഫോഴ്സിൽ 75% ഓഫ് ദി മെയിൽ പോപ്പുലേഷൻ നോൺ അഗ്രികൾച്ചറിൽ നിന്ന് മാറി മറ്റു തൊഴിൽ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ 3 ഫാക്ടേഴ്സ് ആണ് എന്ത്? ഒരു സ്ഥലത്തിനെ സെൻസസ് ടൗൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ട്രെൻഡിങ്, അതേസമയം കോൺട്രവേഴ്സ്യൽ ആയിട്ട് നിൽക്കുന്ന
ഒരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് മൗണ്ടൻ പാസസ് ലൈസ് നിയർ മഹാകാളി റിവർ? ഇവിടെ കണ്ടോ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഡയറക്റ്റ് ഒരു ചോദ്യമാണെന്ന് ഫീൽ ചെയ്യും, പക്ഷെ ഇത് ഇൻഡയറക്റ്റ് ആ ചോദ്യം. കാരണം എന്താ, മഹാകാളി റിവർ എവിടെയാണ് എന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിനടുത്തുള്ള മൗണ്ടൻ പാസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. അവിടെയാണ് ഇതൊരു ഇൻഡയറക്റ്റ് സാധനമാണെന്ന്, അങ്ങനെ മനസ്സിലായോ? അല്ലെ വിച്ച് ഓഫ് ദീസ് മൗണ്ടൻ പാസസ് ലൈസ് ഇൻ ഹിമാചൽ പ്രദേശെന്നോ ജമ്മു കാശ്മീരിനെന്നോ ഒന്നും അല്ല ചോദ്യം. മഹാകാളി റിവറിന് തൊട്ടടുത്തായിട്ടുള്ളത് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം മഹാകാളി റിവർ എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ബേസിക് NCERT പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മഹാകാളി റിവറിന്റെ ലൊക്കേഷൻ അറിയാനൊക്കും, അല്ലേ? നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ കൂടെയാണത് ഒഴുകുന്നത്? മെയിനായിട്ട് ഇറ്റ് ഈസ് ത്രൂ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ കൂടെ നേപ്പാൾ ബോർഡറിൽ കൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി റിവർ. ആൻഡ് അത് ഒഴുകിച്ചെന്ന് അവസാനം ഗംഗയിൽ ജോയിൻ ചെയ്യുകയാണ്, അല്ലേ? ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിവറാണ് മഹാകാളി റിവർ. അപ്പൊ എന്തുകൊണ്ട് ഇത് ന്യൂസിൽ വന്നു എന്ന് ചോദിച്ചാൽ, അവിടെയാണ് നമുക്ക് ഇന്ത്യ ചൈന പുതിയ റിലേഷൻസിന്റെ റോള് കിടക്കുന്നു, കൈലാസ് മാനസരോവർ യാത്ര കിടക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ആൻസർ കിട്ടിക്കാണും. ഇറ്റ് ഈസ് ലിപു ലേക്ക്. അതായത് ഇന്ത്യയിൽ നിന്നും കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് അനുമതി കൊടുത്തിട്ടുള്ള രണ്ട് റൂട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നഥുല പാസ് ത്രൂ സിക്കിമും ഒന്ന് ലിപു ലേക്ക് പാസ് ത്രൂ ഉത്തരാഖണ്ഡുമാണ്. ഈ രണ്ട് പാസിൽ കൂടെയാണ് സർക്കാർ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ലിപുലേക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ന്യൂസിലുള്ളതാണ് നേപ്പാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം നേപ്പാൾ ആ ടെറിട്ടറി അവരുടേതാണ് എന്ന് പറയുന്നു, മനസ്സിലായില്ലേ? നേപ്പാൾ ആ ടെറിട്ടറി അവരുടേതാണെന്ന് പറയുന്നു, ഇന്ത്യ നമ്മളുടേതാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഏരിയയാണ് ലിപുലേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ത്യ ചൈന റിലേഷൻസ് വീണ്ടും ഒരു നല്ല ദിശയിലേക്ക് പോകുന്നത് കാരണം ഇന്ത്യ ചൈന ട്രേഡ് ലിപുലേക്ക് പാസിൽ കൂടെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നേപ്പാൾ ഉടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദി കോൺട്രവേഴ്സി. ഇവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള മൗണ്ടൻ പാസസ്, അത് ഏത് രണ്ട് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നു, എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക, കാരണം UPSCക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ശീലമുണ്ട്. ക്ലിയർ? നോക്കൂ, വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി? അപ്പോൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ കുറിച്ചുള്ള ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. അപ്പം ഞാൻ പറഞ്ഞല്ലോ, തെറ്റിക്കുക എന്നുള്ള സാധനം ഇവിടെയാണ് കിടക്കുന്നത്. കാരണം ആക്ട് വഴിയാണെങ്കിൽ എന്തായാലും സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ വലിയ കാര്യമാക്കാനില്ല, മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴിയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി മാറിയല്ലോ, കാരണം നിയമം വഴിയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, അവിടെയാണ് തെറ്റിന്റെ സ്കോപ്പ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താണ്, അങ്ങനെ ഒരൊറ്റ കാര്യം നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ എന്താവുക സ്റ്റേറ്റ്മെന്റ്? തെറ്റാനുള്ള സാധ്യതയല്ലേ? തീർച്ചയായിട്ടും ഇത് തെറ്റ് തന്നെയാണ്. അപ്പൊ എന്താ ശരി? ശരി എന്താ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986-ൽ ഇങ്ങനെ ഒരു അതോറിറ്റിയെ കുറിച്ച് പറയുന്നില്ല. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറയുന്ന കാര്യം നിലവിൽ വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരമാണ്. 2019 ആണ് അങ്ങനെ ഒരു അതോറിറ്റി, ഒരു സെൻട്രൽ അതോറിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഫസ്റ്റ് ഫോൾസ് ആയി കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടിയില്ലേ? 2 and 3 ഉള്ളി. കാരണം ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ഇനി നോക്കൂ, 2 ഉം 3 ഉം നോക്കൂ. The authority can advise ministries and departments of central and state governments on consumer welfare measures. തീർച്ചയായിട്ടും പറ്റും. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലുമുള്ള മിനിസ്ട്രീസിനും ഡിപ്പാർട്ട്മെന്റ്സിനും ഇവർക്ക് എന്ത് കൊടുക്കാനൊക്കും? അഡ്വൈസ് കൊടുക്കാനൊക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്തിന്റെ കാര്യത്തിൽ? കൺസ്യൂമർ വെൽഫെയർ മെഷറുകൾ സ്വീകരിക്കാൻ. ആൻഡ് സെൻട്രൽ അതോറിറ്റിയിൽ ഒരു കമ്മീഷണറും മറ്റു മെമ്പേഴ്സും ഉണ്ട്. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. So that means our answer is 2 and 3 only. So Consumer Protection Act 2019-ലാണ് ഇങ്ങനെ ഒരു ബോഡിയെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കണം.